രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് ചില BJP-ക്കാരൊക്കെ അംഗീകരിച്ചിരുന്നുവെങ്കിലും നേതൃത്വത്തിന് അത് തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പ്രസംഗം നടത്തിയ BJP-യുടെ വക്താവ് പ്രിന്റു മഹാദേവനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രിന്റുവിൻ്റെ പ്രസ്താവനയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്നും വ്യക്തിപരമായ വൈരാഗ്യം അത് പാർട്ടിയുടെ നിലപാടല്ല എന്നും വളരെ വ്യക്തമായി പറയേണ്ടി വന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്. രാഹുൽ ഗാന്ധിയെ പലരും ചാനലിലൊക്കെ വന്ന് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി BJP-ക്ക് ആ അഭിപ്രായമല്ല എന്നറിയുന്നതോടുകൂടി രാജ്യം ഒരിക്കൽ കൂടി കണ്ടു BJP രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൈകൂപ്പുന്നത്. വക്താവിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും BJP അധ്യക്ഷൻ വ്യക്തമാക്കുന്നതോടെ ഇനി അങ്ങനെ ആർക്കും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരഭിപ്രായം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. പാർട്ടി പിന്തുണയില്ലെന്ന് പ്രിന്റു മഹാദേവൻ്റെ പരാതിയെക്കുറിച്ച് തനിക്കറിയില്ലെന്നും പുറത്തു വന്ന ചാറ്റുകളെക്കുറിച്ച് അറിയില്ലെന്നും പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അത് വളരെ വ്യക്തമായി തന്നെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചിലർ രസത്തിന് വേണ്ടി എന്തോ ചെയ്യുകയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരയുടെ കൊച്ചുമകൻ, രാജീവിൻ്റെ മകൻ, ഈ രാജ്യത്തിൻ്റെ സുപ്രധാന ഘടകമായി നിലനിൽക്കുന്ന ഒരു കുടുംബം, അതിലെ ഒരു സന്തതിയെ ഇത്തരത്തിൽ വെടിയുണ്ട നെഞ്ചത്ത് തറക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞത് തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ BJP നേതൃത്വത്തിന് ആകില്ല. ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത് എങ്കിലും അത് വലിയ രീതിയിൽ ചർച്ചയായി. കേരളത്തിലെ മാത്രം ഒരു വിഷയമായി ഇത് കാണാൻ കഴിയില്ലെന്നും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാജ്യം തന്നെ പറഞ്ഞതോടെ BJP അധ്യക്ഷന് തന്നെ മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുന്നു. കേസിൽ പ്രിന്റു മഹാദേവന് ഇന്നലെ ജാമ്യം ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രിന്റുവിന് ജാമ്യം അനുവദിച്ചത്. നിയമപരമായി പോകുമ്പോൾ ഒരു പക്ഷേ നിയമത്തിൻ്റെ ചില ആനുകൂല്യങ്ങളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കാം. പക്ഷേ പറഞ്ഞതൊരിക്കലും ശരിയായില്ല എന്ന് ഇവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുമ്പോൾ അത് BJP-യും അംഗീകരിച്ചു, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൈകൂപ്പി എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്തതാണ്. പ്രിന്റുവിനെ കണ്ടെത്താൻ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡൊക്കെ നടത്തുന്നതും നമ്മൾ കണ്ടു. അത്രയ്ക്കും ഗൗരവമേറിയ കേസ് തന്നെയാണ് അതെന്ന് കേരളം തെളിയിക്കുകയും ചെയ്തു. താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല എന്നായിരുന്നു പ്രിന്റു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ വെടിയുണ്ട നെഞ്ചത്ത് തിറക്കുമെന്നും രാഹുൽ ഗാന്ധി വധിക്കപ്പെടുമെന്ന് പറയാൻ ഒരു BJP നേതാവ് കാണിച്ച ധൈര്യം പാർട്ടി കൂടെ ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ്. പക്ഷേ അവസാനം പാർട്ടിക്ക് തന്നെ തള്ളേണ്ടി വന്നതും പ്രിന്റു മഹാദേവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൈകൂപ്പുന്നതും ഈ രാജ്യം കണ്ടിരിക്കുന്നു.